നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കട്ട മുതൽ തിരിച്ചു വെച്ചാൽ മോഷണമല്ലാതാകുന്നില്ല എന്ന് ഇവിടുത്തെ CPM-നോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് അത്യാവശ്യമാണ്. തൃശ്ശൂരിൽ അത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നിപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ് CPM-ന്റെ തൃശ്ശൂർ ജില്ലാ നേതൃത്വം. തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശദ വിവരങ്ങൾ കൊടുക്കാത്തത് മൂലം ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച അക്കൗണ്ടിലേക്ക് ആരും അറിയാതെ 1 കോടി രൂപ നിക്ഷേപിക്കാം എന്ന് കരുതി വന്നതായിരുന്നു CPM നേതാക്കൾ. കണക്കിൽപ്പെടാത്ത തുക തിരിച്ചടച്ചാൽ അത് മതി, ഇനി എല്ലാം ശുഭം, ഇനി നിങ്ങൾ വീട്ടിൽ പോയിക്കോ എന്ന് ആദായ നികുതി വകുപ്പ് തോളിൽ ഒരു തട്ടും തട്ടി പറയുമെന്നാണ് CPM കരുതിയത്. എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും സമയം അല്പം വൈകിപ്പോയിരുന്നു. തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം CPM ബാങ്കിൽ നിന്ന് പിൻവലിച്ച തുക അതേപടി തിരിച്ചു നിക്ഷേപിക്കാൻ കൊണ്ടുവന്നതാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. തുക തിരിച്ചടയ്ക്കുന്നതാണ് നല്ലതെന്ന നിയമോപദേശത്തിന്റെ ഭാഗമായാണ് ഈ നടപടിക്ക് CPM നേതൃത്വം മുതിർന്നിട്ടുള്ളത്. എന്നാൽ ഉടനടി രംഗത്ത് വന്ന ആദായ നികുതി വകുപ്പ് പണം കസ്റ്റഡിയിൽ എടുക്കുകയും പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ CPM നേതാക്കളോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയും ചെയ്തു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടിൽ 1 കോടി രൂപ നിക്ഷേപിക്കാനാണ് ജീവനക്കാർ എത്തിയത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിലാണ് അക്കൗണ്ട് ഉള്ളത്. എന്നാൽ ആദായ നികുതി വകുപ്പ് നടപടികൾ നടക്കുന്നതിനാൽ ഈ ശാഖയിലെ ഉദ്യോഗസ്ഥർ ഉടനെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ വെളിപ്പെടുത്താതെ രഹസ്യമാക്കി വെച്ച ബാങ്ക് അക്കൗണ്ടാണിത്. നേരത്തെ ആദായ നികുതി വകുപ്പ് പരിശോധിച്ച ഈ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. പിടിച്ചെടുത്ത 1 കോടി രൂപയിൽ നികുതിയും പിഴയും ഏതാണ്ട് 90% വരെ നൽകേണ്ടി വരും. ഈ പണം എവിടെ നിന്ന് വന്നു എന്തിന് കൃത്യമായ ഒരു മറുപടി CPM ഇതുവരെ നൽകിയിട്ടില്ല. പണം ഇരുചെവി അറിയാതെ തിരിച്ചടയ്ക്കാൻ ശ്രമിച്ചത് പൊളിഞ്ഞ ആദായ നികുതി വകുപ്പ് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഹാജരാക്കി നിയമപരമായ നടപടി മാത്രമാണ് CPM-ന്റെ മുൻപിലുള്ള ഏക പോംവഴി.